നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപ താഴെ, അതായത് 10,000 രൂപ ബഡ്ജറ്റ് വരുന്നതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഫോൺ ഏതാണെന്നാണ്. അപ്പം അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപ കൊടുത്തൊരു ഫോൺ മേടിക്കുമ്പോഴത്തേക്ക് നമ്മൾ പെർഫോമൻസ് ഓറിയൻറ്റഡോ അല്ലെങ്കിൽ ഭയങ്കര വലിയ സംഭവം എന്ന് പറഞ്ഞല്ല മേടിക്കുന്നത്. ഒരു നോർമൽ ഫോൺ ആയിരിക്കും, വലിയ സ്പെസിഫിക്കേഷനോ ഭയങ്കര വലിയ ഫീച്ചേഴ്സോ കുത്തി നിറച്ച് അമക്കി പിടിച്ചൊരു സാധനമായിരിക്കത്തില്ല ഈ 10,000 രൂപയുടെ ഫോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ബേസിക് എലമെന്റ് ആയിട്ട് നോക്കിയത്, അതായത് AnTuTu സ്കോർ. ഈ AnTuTu സ്കോർ എന്ന് പറയുന്ന ഒരു ഫോണിൽ ഒരു AnTuTu സ്കോർ, അതായത് AnTuTu എന്ന് പറയുന്ന ഒരു ചൈനീസ് ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആണ്. ഇത് യൂസ് ചെയ്ത് ഒരു ഫോണിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ, അതായത് ഇതിൻ്റെ CPU, GPU, മെമ്മറി, സ്റ്റോറേജ് എല്ലാം പഠിച്ച് അതിൻ്റെ ഒരു സ്കോർ കൊടുക്കും. അപ്പോൾ ഈ സ്കോർ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഫോണിനെ റാങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഓരോ സ്കോറും കാര്യങ്ങളൊക്കെ അത് കൊടുക്കും. അപ്പം ഇതിൻ്റെ ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ്, അതായത് ഒരു 5,000 മുതൽ 15,000 നമ്മുടെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഏറ്റവും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 10,000 രൂപയുടെ താഴെയുള്ള ഫോണാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഫോണിനെ എലിമിനേറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ ഇത്രയും ചെക്ക് ചെയ്തപ്പം ബെസ്റ്റ് ആയിട്ടുള്ള AnTuTu സ്കോർ കിട്ടിയ ഫോൺ എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലാണെങ്കിൽ വിവോയുടെ T3X എന്ന് പറയുന്നൊരു ഫോണാണ്. വിവോ T3X എന്ന് പറഞ്ഞൊരു ഫോണാണ് ഏറ്റവും, അതായത് 5 ലക്ഷത്തിൽ പുറത്ത് AnTuTu സ്കോർ ഉണ്ട്. ബട്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 10,000 രൂപയുടെ താഴെ നോക്കുമ്പോഴത്തേക്കും പോക്കോ M6 Pro 5G എന്ന് പറയുന്ന ഫോണാണ്. അതായത് 4,30,900 സംതിങ് AnTuTu സ്കോർ ഉണ്ട്. അപ്പോൾ ഈ ഒരു AnTuTu സ്കോർ ഉണ്ടായതുകൊണ്ട് തന്നെ 10,000 രൂപയുടെ താഴെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും നോക്കാനില്ല, നമുക്ക് ഈ പെർഫോമൻസ് മാത്രം നോക്കിയാലേ. അപ്പം അങ്ങനെ പിന്നെ നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. അപ്പം ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് പോക്കോ M6 Pro 5G തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള വിശദാംശങ്ങളും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറയാനും അതിന് എൻ്റേതായിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്യാനും ഇതിൻ്റെ പ്രോബ്ലംസ് ആയാലും ലിമിറ്റേഷൻ ആയാലും എല്ലാത്തിനെപ്പറ്റിയും ചർച്ച ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നല്ല ലെന്ത് വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പോക്കോ M6 Pro ആണ് ബെസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫോണിനെ പറ്റിയാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ബെസ്റ്റ് ഫോൺ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം തന്നെയാണെങ്കിൽ ഇപ്പം തന്നെ ബാക്ക് അടിച്ച് പോവാം. അതല്ല ഈ ഫോണിനെ പറ്റി ഒരുപാട് എനിക്ക് കേൾക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളും കംപ്ലീറ്റ് ആയിട്ട് കാണാം. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാം. പോക്കോ M6 Pro. അപ്പം ഞാനാണെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പുതിയ ഫോൺ മേടിക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട്. അപ്പം അതൊക്കെ ആ ഒരു കുറേ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഞാനാണെങ്കിൽ പോക്കോ M6 Proയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് പോക്കോ M6 Proന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഫസ്റ്റ് തന്നെ പറയാനുള്ളത് പോക്കോ M6 Pro ലോഞ്ച് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 5 ഓഗസ്റ്റ് 2023 ഈ പോക്കോ M6 Pro എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഫോൺ മേടിക്കുന്ന സമയത്തുള്ള ആൻഡ്രോയിഡ് വെർഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 13 ആയിരിക്കും, അല്ലെങ്കിൽ MIUI 14. അതിൻ്റെ MIUIയുടെ വെർഷനാണ് MIUI 14 ആയിരിക്കും ആൻഡ്രോയിഡ് 13 വരുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ അപ്ഡേറ്റുകൾ എത്ര എണ്ണം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ അപ്ഡേറ്റ് 2 എണ്ണവും അതുപോലെ തന്നെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് 3 അപ്ഡേറ്റുമാണ് നമുക്ക് പോക്കോ M6 Proയിൽ ലഭിക്കുന്നത്. പിന്നെ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് ഇതിന് 199 ഗ്രാം വെയിറ്റ് ആണുള്ളത്. അതുപോലെ തന്നെ 8.17 mm, അതായത് 1 സെന്റിമീറ്ററിലും താഴെ 8.17 mm തിക്നെസ്. പിന്നെ അതിൻ്റെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. പിന്നെ ഗ്ലാസ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഗ്ലാസ് എന്ന് പറയുന്നത് ഗോറില്ല ഗ്ലാസ് വേർഷൻ 3 ആണ്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. ബട്ട് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഗ്ലാസ് ആയിരിക്കും. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, ഇതിന് IP53 റേറ്റിംഗ്, അതായത് ഡസ്റ്റും പൊടിപടലങ്ങളും വെള്ളത്തുള്ളിലേക്ക് തെറിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഇതിന് IP53 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കമ്പനി. പിന്നെ ഇത്രയൊക്കെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഡിസ്പ്ലേ പറ്റി സംസാരിക്കാം. പോക്കോ M6 Proന്റെ പോക്കോ M6 Proന്റെ ഡിസ്പ്ലേ വരുന്നത് IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് മാക്സിമം. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് മാക്സിമം 550 nits ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6.79 ഇഞ്ച് ഡിസ്പ്ലേ സൈസ് വരുന്നുണ്ട്. അതായത് ഏകദേശം 199 സെന്റിമീറ്റർ സ്ക്വയർ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഏകദേശം 91% സ്ക്രീൻ, അതായത് ഫുള്ള് ഫ്രണ്ട് കാണുന്നതിൻ്റെ 99% ഡിസ്പ്ലേ ആണുള്ളത്. ബസ്സിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും 91% ആണ് സ്ക്രീനിൻ്റെ ബോഡി റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HD ആണ്. അതായത് 1080x2460 ഫുൾ HD ഡിസ്പ്ലേ ആണ്.
പിന്നെ ഇതിൻ്റെ പിക്സൽ പെർ ഇഞ്ച് എന്ന് പറയുന്നത് 396 പിക്സൽ പെർ ഇഞ്ചാണ് വരുന്നത്. അതായത് അത്യാവശ്യം നല്ല ഷാർപ്പ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത് 240 ഹെർട്സ് ആണ്. അതായത് നല്ലൊരു റെസ്പോൺസ് നമുക്ക് ഗെയിം കളിക്കുമ്പോഴായാലും എപ്പോഴും നല്ലൊരു റെസ്പോൺസ് ഈ ഡിസ്പ്ലേ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ടൈപ്പാണ്. പിന്നെ ഇതിൻ്റെ MIUയുടെ കുറച്ച് സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ നിങ്ങൾക്ക് അത് കണ്ടിട്ട് നിങ്ങളുടെ ഒരു യൂസർ ഇൻ്റർഫേസ് ആണല്ലോ MIUയുടെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. സോ അടുത്തതായിട്ട് പോക്കോ M6 Proൻ്റെ ക്യാമറയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് പോക്കോ M6 Pro ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഒരു 10,000 രൂപയുടെ ഫോൺ നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ ക്യാമറ വലുതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം വലിയ ഹൈ ക്വാളിറ്റി ക്യാമറയും നമുക്ക് അതിൽ പ്രതീക്ഷിക്കേണ്ട. അതിന് അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ എബോവ് മിഡ് റേഞ്ച് ഫോണിൽ അത്യാവശ്യം നല്ല ക്യാമറയൊക്കെ വരും. പക്ഷേ 10,000 രൂപയുടെ താഴെ ഒരു ഫോൺ മേടിക്കുമ്പോൾ നമുക്ക് വലിയ ക്യാമറ ക്വാളിറ്റിയൊന്നും പ്രതീക്ഷിക്കരുത്. ഇതിനകത്തുള്ള നമ്പർ ഓഫ് ക്യാമറാസ് വരുവാണെങ്കിൽ തന്നെ അത് ഫുള്ള് ഗിമിക്സ് ആയിരിക്കും, വലിയ ക്യാമറ ക്വാളിറ്റി ഒന്നും കാണത്തില്ല. എന്നിരുന്നാലും ഞാനാണെങ്കിൽ അതിൻ്റെ 2 ക്യാമറയാണ് ഇതിനകത്തുള്ളത്. ഒരു 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഈ 50 മെഗാ പിക്സൽ എന്ന് പറയുമ്പോൾ തന്നെ അത് 10x സൂം, ഡിജിറ്റൽ സൂം സപ്പോർട്ട് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പർച്ചർ വരുന്നത് 1.8 ആണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. എന്നാലും ക്വാളിറ്റി ബിലോ ആവറേജ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആവറേജ് ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ ക്യാമറ ഫോട്ടോ സാമ്പിൾസ് ഒക്കെ ചെയ്ത് കഴിയുമ്പം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൻ്റെ സെൻസർ ടൈപ്പ് PDAF സെൻസറാണ്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് സംശയം വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിനെപ്പറ്റി ഡെഡിക്കേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഇതിൻ്റെ സെൻസർ ടൈപ്പ് എന്ന് പറയുന്നത് വൈഡ് ആംഗിൾ സെൻസർ ആയിരിക്കും. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഡെപ്ത് സെൻസറിൽ അപ്പർച്ചർ വരുന്നത് 2.4 അപ്പർച്ചറാണ്. പിന്നെ ഇതിന് HDR ഷൂട്ട് മെത്തേഡ് ഉണ്ട്. അതായത് നമുക്ക് HDR ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോ സാമ്പിൾസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ സെൽഫി എന്ന് പറയുന്നത് 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണുള്ളത്. അതിൻ്റെ അപ്പർച്ചർ വരുന്നത് 2.05 അപ്പർച്ചറാണ്, വൈഡ് ആംഗിൾ ലെൻസാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും മാക്സിമം 1080p 30 FPS എടുക്കാൻ പറ്റത്തുള്ളൂ, 60 FPS എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വലിയ സ്മൂത്ത്നെസ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. എന്നിരുന്നാലും 1080p 30 FPS ഭയങ്കര വലിയ കുഴപ്പമൊന്നല്ല പറയുന്നത്. 1080p 30 FPS ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടും. ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന ഫോൺ തന്നെ 15,000 രൂപയുടെ ഫോണിലാണ്. ഇതിനകത്ത് മാക്സിമം എനിക്ക് കിട്ടുന്ന 1080p 30 FPS ആണ്. അതിലാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. ഇത്രയൊക്കെ പറയുള്ളൂ. അടുത്തതായിട്ട് പറയുന്നത് ടെക്നിക്കൽ ആൻഡ് പെർഫോമൻസ്. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പെർഫോമൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് പറയുന്നതിൻ്റെ പ്രൊസസ്സർ ഏതാണ്. പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 4 Gen 2 സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ 2.2 GHz ക്ലോക്ക് സ്പീഡാണ് ഇതിന് കിട്ടുന്നത്. അതായത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ആൻഡ്രോയിഡ് സ്കോർ തന്നെ 4,50,000. അതായത് ഈ ഒരു 10,000 രൂപയുടെ താഴെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഫോൺ നമുക്ക് ഈ ഒരു പ്രൊസസ്സർ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിനെ പറയാൻ സാധിക്കും. പോക്കോ M6 Pro 5G പറയാൻ സാധിക്കും. ഓക്കെ. ഇതിൻ്റെ GPU വരുന്നത് Adreno 613 GPU ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ റാം വേരിയൻസ് 6ന് 4ന് അവൈലബിൾ ആണ്, 6ന് അവൈലബിൾ ആണ്, 8ന് അവൈലബിൾ ആണ്. പിന്നെ റാം പ്ലസും കാര്യങ്ങളൊക്കെ കാണും, അതൊക്കെ വെറും ഗിമിക്സ് ആണ്. ഒരു യൂസും ഇല്ല അതിനൊന്നും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാനായി പോണ്ട. മാക്സിമം എൻ്റെ ഒരു റെക്കമെൻഡേഷനിൽ ഒരു 6GB, അത് ഓഫറിനൊക്കെ നിങ്ങൾക്ക് 19,999 രൂപയ്ക്ക് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് 6GB 128 വേരിയൻറ്റ് കിട്ടും. അപ്പോൾ അത് മേടിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ റാം ടൈപ്പ് എന്ന് പറയുന്നത് LPDDR4X റാം ടൈപ്പാണ്. അത്യാവശ്യം നല്ല സ്പീഡുള്ള റാമാണ്. അത് ആപ്പുകളൊക്കെ കൂടുതൽ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വലിയ ഗ്ലിച്ചോ കാര്യങ്ങളൊന്നും വരത്തില്ല. അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നതായിരിക്കും. പിന്നെ വിർച്വൽ സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. 64, 128, 256GB വരെ ഇന്റേണൽ സ്റ്റോറേജ് വേരിയൻറ്റ് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ റെക്കമെൻഡേഷൻ 6 and 128GB ആണ്. കാരണം മെമ്മറി കാർഡ് ഇടാൻ പറ്റും. പിന്നെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിനകത്ത് വരുന്നത്. സോ അത്യാവശ്യം നല്ല റീഡ് ആൻഡ് റൈറ്റ് സ്പീഡൊക്കെ അത്യാവശ്യം നല്ല റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതായത് ഒരു മെമ്മറി കാർഡ്, അല്ലെങ്കിൽ ഒരു സിം, അല്ലെങ്കിൽ 2 സിം എന്നിങ്ങനെ നമുക്ക് ഇടാൻ സാധിക്കും. അത് മെമ്മറി കാർഡ് ഇടാം. ഒരു മെമ്മറി കാർഡ്, നമ്മൾ 2 സിം ഉപയോഗിക്കുന്നവരാണെങ്കിൽ 2 സിം മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. ഒരു മെമ്മറി കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സിം, ഒരു മെമ്മറി കാർഡ് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഈ ഒരു ഫോണിൽ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ആൻഡ്രോയിഡ് സ്കോർ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് 10,000 രൂപയുടെ താഴെ ഒരു പെർഫോമൻസ് ബീസ്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ സാധിക്കും. 4,30,900 ആൻഡ്രോയിഡ് സ്കോർ ഈ ഒരു പോക്കോ M6 Pro 5Gക്ക് ഉണ്ട്. സോ അടുത്തത് ആൻഡ്രോയിഡ് സ്കോർ മാത്രമല്ല,
ഗീക്ക് ബെഞ്ച് സ്കോർ വരുന്നത് തന്നെ, ഗീക്ക് ബെഞ്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ സ്കോറിൽ 756 മൾട്ടി സ്കോർ നോക്കുവാണെങ്കിൽ 2053 ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ടോപ്പ് തന്നെയാണ് 10,000 രൂപയുടെ താഴെ. പിന്നെ ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ പ്രോബ്ലം സെഗ്മെന്റിൽ പറയാം. ഇതിൻ്റെ ഹീറ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ ഈ പെർഫോമൻസ് തന്നെ പറയുമ്പോഴത്തേക്കും ബൂട്ടപ്പ് ടൈം വരുന്നത് ഏകദേശം 30 സെക്കൻഡ് എടുക്കും. ഈ ഓരോ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടതിനകത്താണ് ഏകദേശം 30 സെക്കൻഡ് ബൂട്ടപ്പ് ടൈം ഇതിന് സ്റ്റാർട്ടായി വരാൻ എടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ ടെക്നിക്കൽ കാര്യത്തിൽ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോ ആണ്. ഓഡിയോ ഇതിനകത്ത് ഓക്സ് കേബിൾ കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കമ്പനി തന്നെ പറയുന്നത് ഹൈഫൈ സൗണ്ട് സർട്ടിഫിക്കേഷൻ ഇല്ല, അതായത് വലിയ HD സൗണ്ടൊന്നും ഇതിലൂടെ കേൾക്കാൻ പറ്റത്തില്ല എന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. ബട്ട് പിന്നെ ഡുവൽ സ്പീക്കറാണ്, ഡോൾബി സപ്പോർട്ടൊന്നും ഇല്ല. ഡോൾബി കാണുമായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് വലിയൊന്നും 2 സ്പീക്കർ ഉണ്ടെങ്കിൽ ഈ ഒരു 10,000 റേഞ്ചിൽ വലിയ ഡോൾബി എഫക്റ്റ് ഒന്നും കിട്ടത്തൊന്നുമില്ല. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും കിട്ടത്തൊന്നുമില്ല. എന്നിരുന്നാലും ഡുവൽ സ്പീക്കർ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. സോ അടുത്ത കണക്ടിവിറ്റിക്ക് നമുക്ക് പറയാനുള്ളത് 5G കണക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ ഡുവൽ വോൾട്ടി 2 വോൾട്ടി സിമ്പിളാൻ പറ്റും. 5Gയുടെ കാര്യമൊന്നുമില്ല, നമുക്കൊരു സാധാരണ ഒരു 10,000 രൂപയുടെ ബഡ്ജറ്റ് ഫോൺ മേടിക്കുന്ന ഒരാൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 5Gക്കൊക്കെ പൈസ കൂട്ടാൻ പോവാം. അപ്പം 5G എടുത്തിട്ട് കാര്യമൊന്നുമില്ല. 4G തന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ 4G ഫോൺ എടുക്കുന്നതാണ്. അപ്പോൾ 5G ഉള്ളത് നമുക്ക് എന്തുകൊണ്ടും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഇറങ്ങുന്ന എല്ലാ ഫോണും 5G ആയിരിക്കും. എന്നിരുന്നാലും നമ്മൾ 5G ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല, 4G തന്നെ ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. സോ 5G ഉണ്ട്, 4G 2 സിമ്മിൽ 4G വോൾട്ടി സപ്പോർട്ടും ഉണ്ട്. പിന്നെ വൈഫൈ വെർഷൻ 5 ആണ്, ഡുവൽ ബാൻഡ് വൈഫൈ ആണ്. അതായത് 2.5 GHz 5 GHz വൈഫൈ നമുക്ക് ഹൈ സ്പീഡ് വൈഫൈ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ വരുന്നത് 5 ആണ്. പിന്നെ GPS ഉണ്ട്, NFC ഇല്ല. അപ്പം നമ്മൾ അടുത്തതായി ബാറ്ററി പറ്റി പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫസ്റ്റ് പറയാനുള്ളത് ഇതിന് 5000 mAh ബാറ്ററി കപ്പാസിറ്റി ആണുള്ളത്. അതുപോലെ തന്നെ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ആവുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ Type-C ചാർജിങ് കേബിളാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അത് അത്യാവശ്യം 18 വാട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ്. ഇത്രയൊക്കെ ഉള്ളൂ ബാറ്ററി. പിന്നെ ബാറ്ററി ടൈപ്പ് എന്ന് പറയുന്നത് പോളിമർ ബാറ്ററി, ലിഥിയം പോളിമർ ബാറ്ററിയാണ്. ലിഥിയം അയോൺ ബാറ്ററി അല്ല, ലിഥിയം പോളിമർ ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ബാറ്ററിയുടെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ച് എൻ്റേതായിട്ടുള്ളൊരു അനാലിസിസ് പറയുന്ന കുറച്ച് നല്ല കാര്യങ്ങളും ഇതിൻ്റെ മോശം കാര്യങ്ങളും. നല്ല കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പിന്നെ MIUI ആണ്, അത്യാവശ്യം നല്ല ഒരു UI തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3-ാം സ്ഥാനത്ത് UI ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് UI എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ UI തന്നെയാണ്. പിന്നെ ഓക്സിജൻ വോയിസ് നല്ലതാണ്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ഒരു UI എന്ന് പറയുന്നത് MIUI ആണ്. അത്യാവശ്യം ഇപ്പോൾ MIUI മാറ്റിയിട്ട് ഹൈപ്പർ വോയിസ് ഇറക്കി തുടങ്ങി. ഹൈപ്പർ വോയിസിനകത്ത് അവൈലബിൾ അല്ല, ഇനി ഫ്യൂച്ചറിൽ അവൈലബിൾ ആക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. MIUI ആണ് അത്യാവശ്യം ആവറേജ് UI എന്ന് എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടും പറയാൻ പറ്റത്തില്ല, നെഗറ്റീവായിട്ടും പറയാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല, ഇത്രയൊക്കെയുള്ള എൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ പ്രോബ്ലം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം ഏതൊരു കാര്യത്തിനും എൻ്റെ ഫസ്റ്റ് പ്രോബ്ലം ഇല്ലെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക, അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. അപ്പം പ്രോബ്ലം പറയാനുള്ളത് ഇതിന് ഹീറ്റിംഗ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്ന ഞാൻ പല വീഡിയോയിലും കണ്ടത് ഏകദേശം ഈ ഉള്ളത് 33%, ഒരു 30 മിനിറ്റ് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ, ഒരു ചെറിയ ഗെയിം കളിക്കുമ്പോഴായാലും ഒരു ഏകദേശം 33% ഹീറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന് ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ഉണ്ട്. ബാറ്ററി ഡ്രെയിൻ ഇതിൻ്റെ ഒരു സെഗ്മെന്റ് ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ ബാക്കിലോട്ടാണ് ഇതിൻ്റെ ഡ്രെയിൻ. അതായത് പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവണമെന്ന് പറയുന്നുണ്ട്. കാരണം 30 മിനിറ്റ് കളിക്കുമ്പോൾ തന്നെ 5% ബാറ്ററി ഡിക്രീസ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കോമ്പറ്റീറ്റീവ്സ് വരുന്നതിനകത്തൊക്കെ സാംസങ്ങിൻ്റെ F12 എന്ന് പറയുന്ന ഒരു ഫോണിനകത്തൊക്കെ 1% അവർ കുറയുന്നതാണ് പറയുന്നത്. അതിന് 6000 mAh ഉണ്ട്, പിന്നെ 5000 mAh ഉള്ളൂ. അപ്പം ബാറ്ററി ഡ്രെയിനിങ് ഉണ്ട്, വലിയൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വലിയ ഗെയിമിംഗ് ഒന്നും ഇല്ലെങ്കിൽ പ്രശ്നം വരത്തില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ക്യാമറ പെർഫോമൻസ് ആണ്, വലിയ ക്യാമറ ക്വാളിറ്റി ഒന്നും ഇല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പിന്നെ ഹീറ്റിംഗ് ഉണ്ട്, ചാർജിങ് ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നോ ഗൈറോസ്കോപ്പ് സെൻസർ ഇല്ല ഇതിൽ. ബാക്കി ആക്സിലോമീറ്റർ, മാഗ്നറ്റിക്കും, കോമ്പസും എല്ലാം ഉണ്ട്, ബട്ട് ഗൈറോസ്കോപ്പ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ അനുഭവിക്കുന്ന ഇപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ VR AR യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് VR എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ VR ഹെഡ്സെറ്റിനകത്ത് ഈ ഫോൺ വെച്ചാൽ നമുക്ക് VR ഒരു 360 എക്സ്പീരിയൻസ് ഒന്നും
ആസ്വദിക്കാൻ പറ്റത്തില്ല ഗൈറോസ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ജിയോ സിനിമയ്ക്കകത്തൊക്കെ നിങ്ങൾ IPL കാണുന്നവരാണെങ്കിൽ അതിൽ VR മോഡുണ്ട്. അപ്പോൾ ഈ VR മോഡ് അതിലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, യൂട്യൂബിലായാലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം VR AR എന്ന് പറയുന്ന പരിപാടികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, സ്മൂത്തായിട്ട് നടക്കത്തില്ല. പിന്നെയും ആക്സിലോമീറ്റർ ഒക്കെ വെച്ചിട്ടും ചെയ്യുന്ന കുറച്ച് ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ നമുക്ക് ചെയ്യാം. ബട്ട് ഒരു പരിധി വരെ നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ പ്രോബ്ലംസ്. പിന്നെ ഇത് മേടിക്കാൻ നിങ്ങൾ ആരാണ് ഇത് മേടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു 10,000 രൂപ ബഡ്ജറ്റ് കൊണ്ട് നല്ലൊരു പെർഫോമൻസ്, ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു സാധാരണ നിങ്ങളുടെയൊക്കെ പേരൻസിനൊക്കെ ഈ ഫോൺ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഒരു കടയിൽ പോയി മെയിനായിട്ടും ഗെയിം കളിക്കാനായിരിക്കത്തില്ല ഒരു ഫോൺ വരുന്നത്, അത്യാവശ്യം കോൾ ചെയ്യാൻ പറ്റും, ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, പിന്നെ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ലോഡായി വരണ്ടേ. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് നല്ലൊരു പെർഫോമൻസ് ആയിട്ടുള്ള നല്ലൊരു പ്രൊസസ്സറുണ്ട്. പിന്നെ അത്യാവശ്യം റാം സ്റ്റോറേജ് ഒക്കെ വെച്ച് പോവുകയാണെങ്കിൽ ഒരു സാധാരണ ഒരാൾക്ക് ഒരു ബഡ്ജറ്റ് കൊടുത്ത് ഒരു അത്യാവശ്യം നോർമലായിട്ടുള്ള ഒരാൾക്ക്, ഒരു വലിയ ഗെയിമറോ വലിയ ഹൈ എൻഡ് യൂസ് ചെയ്യാത്ത നോർമലായിട്ടുള്ള ഒരാൾക്ക് അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ, അതായത് 10,000 രൂപയുടെ താഴെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തും ഇതേപോലുള്ള ഓരോ ഗാഡ്ജറ്റിൻ്റെയും അനാലിസിസ് ആൻഡ് റിവ്യൂ നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഏതൊരു ഗാഡ്ജറ്റായാലും ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. സോ ബൈ.